ഇന്ന് കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജോർജിയയിൽ പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കുക എന്നത്. സോ കറന്റ് ഞാനുള്ളത് ജോർജിയയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് BSc നഴ്സിംഗ് കോളേജ് ആയിട്ടുള്ള ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിലാണ്. സോ നമ്മുടെ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിലാണ്. പിന്നെ ഞാനിവിടെ വരാനായിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് അക്കാഡമിക്സിനോടൊപ്പം തന്നെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീസ് തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് $3,000 ആണ് ഫീസ് വരുന്നത്. അതായത് ഇയർലി ഒരു 2.5 ലക്ഷം രൂപ ഫീസ് വരുന്നുള്ളൂ. ടോട്ടലായിട്ട് ഒരു 10 lakh ഫീസ് വരും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതിനേക്കാൾ വളരെ ബഡ്ജറ്റീവായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ലിവിങ് കോസ്റ്റ് പാർട്ട് ടൈമിലൂടെ മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും. എന്താ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാർട്ട് ഫ്രം ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് കൊടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്, ജർമ്മൻ ലാംഗ്വേജിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് വൺസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജർമ്മനിയിൽ സെറ്റിൽ ആവാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൂടാണ്ട് USA, കാനഡ, ഓസ്ട്രേലിയ ഈ ഒരു 3 രാജ്യങ്ങളുടെയും എലിജിബിലിറ്റി എക്സാം ആയിട്ടുള്ള NCLEX-RLന്റെ ട്രെയിനിങ് എന്ത് കൊടുക്കുന്നുണ്ട്, സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് തന്നെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. സോ സ്റ്റുഡൻസിന് എയ്തർ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലോട്ടും പോയി മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് എന്ത് കൊടുക്കുന്നത്, ഇവർ തുറന്നു കൊടുക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദ സ്റ്റഡീസ് എല്ലാ സ്റ്റുഡൻസിനും എയ്തർ പോർച്ചുഗൽ, ജർമ്മനി ഓർ സ്പെയിൻ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് എന്ത് ചെയ്യുക, 6 months ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി എന്ത് കൊടുക്കുന്നുണ്ട്, സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വൺസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൽ ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫ്ലോറിൽ അഡ്മിനിസ്ട്രേഷൻ വിങ്, അത് കൂടാണ്ട് ലാബ്സ്, അനാട്ടമി ലാബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂംസ് ആണ് വരുന്നത്. ഇനി നമ്മൾ 4th ഫ്ലോറിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈബ്രറി, ദെൻ കോൺഫറൻസ് ഹാള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് വരുന്നത്, 4th ഫ്ലോറിൽ വരുന്നത്. ദെൻ അത് കൂടാണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് എന്തുണ്ട്, ഒരു അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. അവിടെയും സ്റ്റുഡൻസിനുള്ള ക്ലാസ് റൂംസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ECTS സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻറ് സ്റ്റാഫ് റേഷ്യോ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വളരെ നല്ല രീതിയിലുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. ദെൻ യൂണിവേഴ്സിറ്റിയുടെ റൈറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡോർ ടർഫ് ഉണ്ട്. ദെൻ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ കഫറ്റേരിയ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. സോ സ്റ്റുഡൻസിന് വളരെ എന്റർടൈൻമെന്റോട് കൂടെ തന്നെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. സ്റ്റുഡൻസിന് പഠനത്തോടൊപ്പം തന്നെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ആസ്വദിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. പിന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വയ ദില്ലി വരാം. ദില്ലിയിൽ നിന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടിബിലിസിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസ് വഴി ഫ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏത് ഓപ്ഷൻ എടുത്താലും നമുക്ക് വിത്തൗട്ട് ട്രാൻസിറ്റ് ടൈം വരുമ്പോൾ അറൗണ്ട് ഒരു 7 to 8 hours ആണ് എന്ത് വരുന്നത്, നമ്മുടെ ഫ്ലൈറ്റ് ടൈം വരുന്നത്. ദെൻ നമ്മളൊരു ടിക്കറ്റ് ഫെയർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 20 മുതൽ ഒരു 30 വരെയൊക്കെ നമുക്ക് ഫ്ലൈറ്റ് ഫെയർ വരും. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ പീക്ക് ടൈം ആണെങ്കിൽ കുറച്ച് ഫ്ലൈറ്റ് ഫെയർ കൂടാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് നോർമൽ ടൈം ആണെങ്കിൽ ഫ്ലൈറ്റ് ഫെയർ കുറയുകയും ചെയ്യും. ദെൻ നോർമലി സ്റ്റുഡൻസിന് വരുന്ന അടുത്തൊരു ഡൗട്ടാണ് റിഗാർഡിങ് നമ്മുടെ പാർട്ട് ടൈം എത്ര സാലറി ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്, നമ്മൾ എത്ര ടൈം വർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ. നോർമലി ഒരു 5 to 6 hours നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ മിനിമം എന്ത് കിട്ടുന്നുണ്ട്, 50 to 60 ലാറി വരെ എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് സാലറി കിട്ടുന്നുണ്ട്. സോ 50 to 60 ലാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 ദിവസം വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 1200 ലാറി വരെ വരുന്നത്. 1200 ലാറി എന്ന് പറഞ്ഞാൽ ഏകദേശം നാട്ടിലെ 36,000 രൂപ. നമുക്ക് ജോർജിയയുടെ ലിവിംഗ് കോസ്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം $350 മതി. ഓക്കെ, ബിക്കോസ് ഇവിടെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണ്. സ്റ്റുഡൻസിന് സ്റ്റുഡൻറ് കാർഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോർജിയയിൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഹോസ്റ്റല്, ഫുഡ്, അത് കൂടാണ്ട് മൊബൈൽ റീചാർജ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് മാക്സിമം $350 വെച്ചിട്ട് മാനേജ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ട് ടൈം വെച്ചിട്ട് ആൾക്ക് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരിക്കലും ചിന്തിക്കേണ്ട വന്നിട്ട് പിറ്റേ ദിവസം പോലെ നമുക്ക് പാർട്ട് ടൈമിന് പോകാമെന്നൊന്നും. മിനിമം എന്ത് ചെയ്യുക, ഒരു 2 months പേയ്മെൻറ്റെങ്കിലും കയ്യിൽ കരുതുക. മേ ബി നമുക്ക് പാർട്ട് ടൈമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 or 2 weeks ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ഒരു 2 months നമ്മുടെ ലിവിംഗ് കോസ്റ്റ് എന്ന് കരുതുന്നത് നല്ലതായിരിക്കും. സോ ജോർജിയയിൽ വന്നിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആക്കണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. ബിക്കോസ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കോളേജസിലും എന്ത് കൊടുക്കുന്നത്, അവർ ജസ്റ്റ് കോഴ്സ് മാത്രമാണ് കൊടുക്കുന്നത്. ഇവിടെ സ്റ്റുഡൻസിന് പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ലൈഫ് സെറ്റിൽ ആവാനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും അവർ തുറന്നു കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും ഇവിടെ പഠിച്ചിട്ട് നമുക്ക് ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട. എനിഹൗ യു ആർ ഗോയിങ് ടു സെറ്റിൽ. സോ ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം.